നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിധി ചേർത്ത് 2 ഹൃദയങ്ങൾ പാർട്ട് 9. അപ്പോൾ നമുക്ക് കഥ തുടങ്ങിയാലോ. പിറ്റേന്ന് രാവിലെ ജാലകത്തിലൂടെ സൂര്യപ്രകാശം മുറിയിലേക്ക് വീണു. അർജുൻ കണ്ണു തുറന്നപ്പോൾ ദേവിക അടുക്കളയിൽ എന്തോ പാചകം ചെയ്യുകയായിരുന്നു. പിന്നിൽ നിന്ന് പതുക്കെ ചെന്ന അർജുൻ അവളെ പേടിപ്പിച്ചു. അയ്യോ! ദേവിക തിരിഞ്ഞു നോക്കി. അർജുൻ പേടിപ്പിച്ചല്ലോ. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ കൈ പിടിച്ചു. ഗുഡ് മോർണിംഗ് മിസ്സിസ് അർജുൻ. ദേവിക നാളത്തോടെ ചിരിച്ചു. ഗുഡ് മോർണിംഗ് മിസ്റ്റർ അർജുൻ. പ്രഭാത ഭക്ഷണം കഴിഞ്ഞ് അർജുൻ പറഞ്ഞു. ഇന്ന് എൻ്റെ ഓഫീസിലേക്ക് വരാമോ? ഞാനോ? അതെ, എല്ലാവർക്കും എൻ്റെ ഭാര്യയെ പരിചയപ്പെടുത്തണം. ദേവിക സന്തോഷത്തോടെ സമ്മതിച്ചു. ഓഫീസിലെത്തിയപ്പോൾ എല്ലാവരും ദേവികയെ സ്നേഹത്തോടെ സ്വീകരിച്ചു. യുവർ വൈഫ് ഈസ് സോ ബ്യൂട്ടിഫുൾ എന്ന് സഹപ്രവർത്തകർ പറഞ്ഞപ്പോൾ അർജുൻ്റെ മുഖത്ത് അഭിമാനം നിറഞ്ഞു. താങ്ക് യു, അവൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. ദേവിക അത് കേട്ട് പുഞ്ചിരിച്ചു. വൈകുന്നേരം ഓഫീസിൽ നിന്ന് മടങ്ങുമ്പോൾ ചെറിയ മഴ തുടങ്ങി. ദേവിക കുട്ടിയെപ്പോലെ മഴയിലേക്ക് ഓടിക്കയറി. അർജുൻ വാ. അർജുൻ ചിരിച്ചുകൊണ്ട് അവളുടെ പിന്നാലെ ഓടി. മഴയിൽ നനഞ്ഞ് ഇരുവരും ചിരിച്ചുകൊണ്ട് നടന്നു. ദേവിക പെട്ടെന്ന് വഴുതി വീഴാൻ പോയി. അർജുൻ അവളെ കയ്യിൽ താങ്ങി. ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ പരസ്പരം മുടക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ദേവിക പതുക്കെ ചോദിച്ചു. നിന്നെ നോക്കുമ്പോൾ സമയം പോലും നിൽക്കുന്നത് പോലെയാണ്. ദേവിക നാണത്തോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. ഇങ്ങനെ എന്നും എൻ്റെ കൂടെ ഉണ്ടാവുമല്ലോ. അർജുൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. ജീവിതം മുഴുവൻ. അവർ കൈകോർത്ത് വീട്ടിലേക്ക് നടന്നു. എന്നാൽ വീട്ടിലെത്തിയ ഉടൻ അർജുൻ്റെ ഫോണിലേക്ക് ഇന്ത്യയിൽ നിന്ന് ഒരു വീഡിയോ കോൾ വന്നു. സ്ക്രീനിൽ തെളിഞ്ഞത് രാഘവൻ അച്ഛനും സുജാത അമ്മയും. അവരുടെ മുഖത്ത് വലിയൊരു സന്തോഷമുണ്ടായിരുന്നു. മോനെ, നിങ്ങൾ രണ്ടുപേരോടും ഒരു വലിയ സന്തോഷ വാർത്ത പറയാനുണ്ട്. അർജുനും ദേവിക്കും ആകാംക്ഷയോടെ വീഡിയോ കോൾ എടുത്തു. അച്ഛ, എന്താ സന്തോഷ വാർത്ത? രാഘവൻ പുഞ്ചിരിച്ചു. മോനെ, നിന്റെ അമ്മയ്ക്ക് ഒരു ആഗ്രഹമുണ്ട്. സുജാത നാണത്തോടെ പറഞ്ഞു. നിങ്ങൾ രണ്ടുപേരെയും കാണാതെ ഇനി വയ്യ. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മേ, ഞങ്ങൾക്കും നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അർജുൻ ചിരിച്ചു. അടുത്ത മാസം അവധിയുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ത്യയിലേക്ക് വരാം. അത് കേട്ടപ്പോൾ രാഘവനും സുജാതയും സന്തോഷിച്ചു. കോള് കഴിഞ്ഞിട്ടും ദേവിക കുറച്ചു നേരം നിശബ്ദയായി. അത് ശ്രദ്ധിച്ച അർജുൻ അവളുടെ അടുത്തെത്തി. എന്താ ദേവു, അമ്മയെയും അച്ഛനെയും കണ്ടിട്ട് എത്ര നാളായില്ലേ? അർജുൻ അവളുടെ കൈ ചേർത്ത് പിടിച്ചു. ഇനി അധികം കാത്തിരിക്കേണ്ട, നമുക്ക് ഉടൻ പോകാം. ദേവിക സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. അന്ന് രാത്രി വീട്ടിലെ ബാൽക്കണിയിൽ ഇരുവരും ചൂട് കാപ്പി കുടിക്കുകയായിരുന്നു. ലണ്ടൻ നഗരം നിറയെ വിളക്കുകൾ കൊണ്ട് തിളങ്ങുന്നുണ്ടായിരുന്നു. ദേവിക അർജുൻ്റെ തോളിലേക്ക് ചാഞ്ഞിരുന്നു. അർജുൻ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. അന്ന് ലണ്ടൻ ജോലി ഉപേക്ഷിച്ചിരുന്നെങ്കിൽ നിനക്ക് വിഷമമായേനെ. അർജുൻ അവളെ നോക്കി പുഞ്ചിരിച്ചു. എനിക്ക് ജോലി കിട്ടിയില്ലെങ്കിൽ വീണ്ടും ശ്രമിക്കാമായിരുന്നു. പക്ഷേ നിന്നെ നഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ജീവിതം മുഴുവൻ വിഷമിക്കേണ്ടി വരുമായിരുന്നു. ദേവികയുടെ കണ്ണുകൾ നിറഞ്ഞു. ഇത്രയേറെ സ്നേഹിക്കുന്നുണ്ടോ എന്നെ? അർജുൻ ചിരിച്ചു. അത് പറഞ്ഞു തീർക്കാൻ പറ്റിയില്ല. അവൻ പതുക്കെ ദേവികയുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി. ഈ ജീവിതത്തിൽ എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ സമ്മാനമാണ് നീയാണ്. ദേവിക അവൻ്റെ കൈ മുറുകെ പിടിച്ചു. അടുത്ത ജന്മമുണ്ടെങ്കിലും എനിക്ക് നിന്നെ തന്നെ മതി. ആ രാത്രി അവർ ഒരുപാട് നേരം ഭാവിയെക്കുറിച്ചും അവരുടെ സ്വപ്നങ്ങളെക്കുറിച്ചും സംസാരിച്ചു. അവരുടെ പ്രണയം ഓരോ ദിവസവും കൂടുതൽ ആഴത്തിലാവുകയായിരുന്നു. അന്ന് രാത്രി വീഡിയോ കോൾ കഴിഞ്ഞിട്ടും ദേവികയുടെ മനസ്സ് സന്തോഷത്തിലായിരുന്നു. അർജുൻ അവളെ നോക്കി ചോദിച്ചു. എന്താ ഇത്ര സന്തോഷം? നമ്മൾ വീണ്ടും വീട്ടിലേക്ക് പോകുന്ന കാര്യം ഓർത്തിട്ടാണ്. അർജുൻ അവളുടെ അരികിലിരുന്നു. ദേവു, നിനക്കിവിടെ സന്തോഷമാണോ? നീ കൂടെയുണ്ടെങ്കിൽ എവിടെയായാലും എനിക്ക് സന്തോഷമാണ്. അർജുൻ അവളുടെ കയ്യിൽ പതുക്കെ കൈവച്ചു. നമ്മൾ ആദ്യം വിവാഹം കഴിച്ചപ്പോൾ നീ എന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ലല്ലോ. ദേവിക ചിരിച്ചു. നിങ്ങളും എന്നെ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ. ദേവിക അവനെ നോക്കി. ഇപ്പോൾ നിന്നെ വിട്ട് ഒരു ജീവിതം എനിക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. അർജുൻ അവളെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചു. ഞാനും. അപ്പോഴാണ് ദേവിക പെട്ടെന്ന് തല കറങ്ങുന്നത് പോലെ തോന്നി. അർജുൻ ഉടൻ അവളെ പിടിച്ചു. ദേവു, എന്തു പറ്റി? ഒന്നുമില്ല, കുറച്ച് ക്ഷീണം തോന്നുന്നു. അർജുൻ ആശങ്കയോടെ അവളെ നോക്കി. നാളെ തന്നെ ഡോക്ടറെ കാണാം. ദേവിക പുഞ്ചിരിച്ചു. ഇത്ര പേടിക്കേണ്ട. പിറ്റേന്ന് രാവിലെ അർജുൻ അവളെ ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയി. പരിശോധനകൾ കഴിഞ്ഞ് ഡോക്ടർ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു. അഭിനന്ദനങ്ങൾ, നിങ്ങൾ രണ്ടുപേരും മാതാപിതാക്കളാകാൻ പോകുകയാണ്. ദേവിക അമ്പരന്ന് അർജുനെ നോക്കി. അർജുൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൻ ദേവികയുടെ കൈ മുറുകെ പിടിച്ചു. ദേവു, നമ്മുടെ ജീവിതത്തിലേക്ക് മറ്റൊരു സ്നേഹം കൂടി വരുന്നു. ദേവികയുടെ കണ്ണുകളിൽ സന്തോഷത്തിൻ്റെ കണ്ണുനീർ നിറഞ്ഞു. അർജുൻ, നമ്മുടെ കുഞ്ഞി.
അവൻ അവളുടെ നെറ്റിയിൽ സ്നേഹത്തോട് ചുംബിച്ചു. നമ്മുടെ പ്രണയത്തിൻ്റെ ഏറ്റവും മനോഹരമായ സമ്മാനം തുടരും. അപ്പോൾ അടുത്ത പാർട്ട് വേഗം ഇടാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ